സ്കെച്ച് മീഡിയയുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു പറാത്തയാണ്. വളരെ ടേസ്റ്റിയായ ഈ ഡിഷ് നല്ല വൃത്തിയായിട്ട് പരത്തുമ്പോൾ പൊട്ടിപ്പോകുകയൊന്നും ചെയ്യാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആലു പറാത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ ഉപ്പിട്ട വെള്ളത്തിൽ വേവിച്ചിട്ട് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഇനി നമുക്കിതിനെ നല്ല പോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് മാഷ് ചെയ്യുന്നത്. മാഷ് ചെയ്യുമ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് പോലെ തന്നെ മാഷ് ചെയ്യണം കേട്ടോ. കാരണം ഇതിൽ കട്ടകളൊക്കെ ഉണ്ടായാൽ നമ്മൾ ചപ്പാത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇത് പരത്തുമ്പോൾ ചപ്പാത്തി വേഗം പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മളിത് മാഷ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിപ്പോൾ ഈ പറയുന്ന അളവെന്ന് പറഞ്ഞാൽ ഞാനൊരു 4-5 ആലു പറാത്തയ്ക്ക് വേണ്ടിയിട്ടിൻ്റെ അളവാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 5 ആലു പറാത്തയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ കൂടുതൽ ആലു പറാത്ത വേണമെന്നുണ്ടെങ്കിൽ 2 ഉരുളക്കിഴങ്ങൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല പോലെ ഈ ഉരുളക്കിഴങ്ങിനെ മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി നമുക്ക് ആലു പറാത്തയുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിൻ്റെ എല്ലാ ഐറ്റംസും ഇതുപോലെ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചേർക്കാം. പിന്നെ എല്ലാം ചേർക്കുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചേർക്കാൻ. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര ഭാഗം സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് ഉള്ളി ചേർക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതിയാകും. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത ശേഷം നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മോന് കഴിക്കുന്നതുകൊണ്ട് അവന് കടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പച്ചമുളക് ചേർക്കാത്തത്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിലും ഇടാം. അപ്പോൾ എനിക്കൊന്നുകൂടെ ടേസ്റ്റ് തോന്നൽ ഈ ജീരകം ഡയറക്റ്റ് ഇടുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്കെന്തോ ഒരു രസമായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ജീരകം ഇടുന്നത്. അത് ഇഷ്ടമില്ലാത്തവർക്ക് ജീരകം പൊടിച്ചത് ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച് പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഈ പൊട്ടാറ്റോ. ഇതിപ്പോൾ ഏകദേശം നമ്മൾ എഗ്ഗ് കബാബ് ഒക്കെ ഉണ്ടാക്കൂലേ, അതുപോലെയുണ്ടൊരു റെസിപ്പി അല്ല, ഫില്ലിങ് തന്നെ ആയിരിക്കും ഇത്. അതിനുശേഷം നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കാം. എഗ്ഗ് കബാബിൽ ജീരകം ചേർക്കില്ല കേട്ടോ, ഞാൻ പറയാൻ മറന്നതാണ്. ഏകദേശം അതുപോലെ. അപ്പോൾ നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിവിടെ ഇതിന് ആവശ്യമായി ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതൊരു 15-20 മിനിറ്റ് മുമ്പ് കുഴച്ച് വെച്ചതാണ്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചപ്പാത്തിൻ്റെ മാവ് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട് ആലു പറാത്ത കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ പിന്നെ നമ്മൾ ഈ ആലു പറാത്തയുടെ പരിപാടി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കട്ടിങ്ങും ബാക്കിയുള്ള പരിപാടിക്കൊക്കെ നിന്നാൽ മതി. അപ്പോൾ അതെല്ലാം കഴിയുമ്പോഴേക്കും ഈ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും. ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ചൊരു വലിയ ബോളായിട്ട് വേണം എടുക്കാൻ കേട്ടോ. സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന ബോളിൻ്റെ സൈസിനേക്കാളും കുറച്ചുകൂടി ഒരു വലിയ ബോളാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് പരത്താൻ. സാധാ ചപ്പാത്തി നമ്മൾ പരത്തുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. കുറച്ച് കട്ടിയിൽ ചെറിയ രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചിട്ട് വീണ്ടും പരത്തണം. അപ്പോൾ ആദ്യം പരത്തുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തുക. ഒരുപാട് വലുതാക്കൊന്നും വേണ്ട, കുറച്ച് ചെറുതായിട്ട് തന്നെ പരത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ പരത്തിയിട്ട് നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫില്ലിങ് കുത്തി നിറച്ചിടാൻ നിൽക്കണ്ട. അപ്പോൾ വേഗം പൊട്ടിപ്പോവും. അപ്പോൾ ഒരു 2 സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ ഞാനെടുത്തിട്ടുള്ള ഇതിന് ഒരു 2 സ്പൂൺ ഫില്ലിങ്ങാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 2-2.5 സ്പൂണൊക്കെ മതിയാകും. അതിൽ കൂടുതൽ ഇടണ്ട, അപ്പോൾ വേഗം പൊട്ടിപ്പോവും. അപ്പോൾ ഇത് ഉള്ളിൽ വെച്ച ശേഷം നമ്മളതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട്. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ
അതിങ്ങനെ ഒരു ബോൾ സൈസിലാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇങ്ങനെ ഒന്ന് പിരിച്ചെടുക്കുന്ന പോലെ ചെയ്താൽ മതി. പിരിച്ചെടുത്തിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു കുറച്ച് പോർഷൻ ഉണ്ടാവും. പിരിച്ചെടുത്തിട്ട് ഒരു കുഞ്ഞു ബോൾ ഉണ്ടാവും. ആ കുഞ്ഞു ബോൾ നമുക്ക് എടുത്തിട്ട് അത് നമ്മൾ കയ്യിലിൻ്റെ മാവിൻ്റെ കൂടെ കൂട്ടിയിട്ട് അടുത്ത ആലു പൊറാത്തേൻ്റെ ബോൾ ഉണ്ടാക്കുമ്പോൾ അതിനെ കൂടെ കൂട്ടാം. അപ്പോൾ ഇതിനെ നമ്മൾ നല്ലപോലെ കയ്യിലിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പിരിച്ചെടുത്തില്ലേ ആ ഭാഗം ഏതാണെന്ന് മനസ്സിലാവരുത്. അങ്ങനെ നമ്മൾ ഇതിനെ നല്ല ബോൾ ഷേപ്പിൽ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ നല്ലോണം കയ്യിലിട്ട് ഉരുട്ട് എന്നിട്ട് നല്ല ബോൾ ഷേപ്പിലാക്കിയിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുണ്ട് എല്ലാം റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് പരത്താൻ തുടങ്ങിയാൽ മതി. ഇപ്പോൾ ഞാൻ 5 ആലു പൊറാത്തയാണ്. 5 ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, 5 ബോൾ. ഇനി നമുക്ക് ഇതിനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇനി പരത്തുമ്പോഴാണ് പലർക്കും ടെൻഷൻ ഇത് പൊട്ടിപ്പോകുമെന്നൊക്കെ. പക്ഷെ പൊട്ടിപ്പോകുന്നില്ല, നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് എടുക്കുക. എന്നിട്ട് പതുക്കെ നമ്മൾ ഈ പരത്തുന്ന ദിമ്മ വെച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്താൽ മതിയാകും. എന്നിട്ട് നമുക്കിതിനെ പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ചെയ്താൽ മതി കേട്ടോ. വലിയ ഹാർഡായിട്ടൊക്കെ പ്രസ് ചെയ്യാൻ നിൽക്കണ്ട, അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പതുക്കെ പരത്തിയെടുക്കാം. പരത്തുമ്പോഴും നമ്മൾ വല്ലാണ്ട് പ്രസ് ചെയ്യേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്, മാവ് കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴക്കണമെന്നേ. സോഫ്റ്റായ മാവാണെങ്കിൽ നമ്മളിങ്ങനെ പതുക്കെ പരത്തുമ്പോൾ തന്നെ അത് നല്ല രീതിയിൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിട്ട് വരും. അല്ലെങ്കിൽ കുറച്ച് ഹാർഡാണ് മാവ് എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പ്രസ് ചെയ്യൊക്കെ വേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ മാവ് കുഴച്ചാൽ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആലു പൊറാത്ത നമുക്ക് റെഡിയാക്കാനും പറ്റും. ഇതാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പൊട്ടിപ്പോവൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 4 നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ പരത്തിയെടുക്കാം. പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. ഞാനീ പറഞ്ഞ പോലെ ഉണ്ടാക്കി പൊട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇനി നമുക്കിതിനെ ചുട്ടെടുക്കാം ആലു പൊറാത്തനെ. അപ്പോൾ ഒരു ഫ്രൈ പാന് നന്നായിട്ട് ചൂടാക്കുക. ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഫ്രൈ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നേരെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതൊന്ന് തിരിച്ചിടാം ഒരു സൈഡാകുമ്പോൾ. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യാക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആക്കിയാൽ മതി, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ സൈഡും ഒന്ന് വേവുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ആ സൈഡിലും ഞാൻ കുറച്ചൊരു നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി, ഒരു നിർബന്ധമില്ല കേട്ടോ. നെയ്യാക്കണം എന്നുള്ളത് അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് നെയ്യാക്കിയിട്ടില്ലെങ്കിലും. പിന്നെ നമ്മൾ ഈ ഫില്ലിങ് നിറച്ച് ബോളാക്കൂലേ, അങ്ങനെ ബോളാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പരത്തുന്ന ഓരോന്നും അതിൻ്റെ കൂടെ നേരെ ഫ്രൈ പാനിലേക്ക് ഇട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീർന്ന് കിട്ടും. അപ്പോൾ നമ്മളെല്ലാം കൂടി പരത്തി തീരാൻ നിൽക്കേണ്ട, അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ചുട്ടെടുക്കലും കൂടെ ആകുമ്പോൾ പെട്ടെന്ന് തീർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിനൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ഇത് നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ ഇനി പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിലിൻ്റെ ഫില്ലിങ്ങൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആലു പൊറാത്ത നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ ആലു പൊറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഇതിലേക്ക്, അങ്ങനെ ഒരു സുഖം കൂടിയുണ്ട് നമുക്ക്. പിന്നെ കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. പൊതുവേ ചപ്പാത്തി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ആലു പൊറാത്ത ഇഷ്ടമാകും. അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്ങും എല്ലാം ഉണ്ടതുകൊണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.